നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റതോടെ കേരളത്തിന്റെ തലസ്ഥാന നഗരി ഒരു പുതിയ രാഷ്ട്രീയ അധ്യായത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഈ ചരിത്ര വിജയം കേവലം ഒരു തിരഞ്ഞെടുപ്പ് ഫലം എന്നതിലുപരി മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി ഭരണത്തിനെതിരായുള്ള ശക്തമായ ജനവിധിയാണെന്ന് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. വ്യാപകമായി ആരോപിക്കപ്പെട്ട ഭരണപരമായ പരാജയങ്ങളും വ്യക്തിപരമായ വിവാദങ്ങളും LDFന് പതനത്തിന് ആക്കം കൂട്ടിയപ്പോൾ ബി.ജെ.പിക്ക് ഇത് കേരള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ഒരു നിർണായകമായ അവസരമാണ് തുറന്നു നൽകിയത്. ഈ വിജയാഘോഷങ്ങൾക്കിടയിലും നിർണായകമായ ഒരു ചോദ്യം ഉയരുന്നു. തലസ്ഥാനത്തെ നയിക്കാൻ ബി.ജെ.പി ആരെയാണ് മേയറായി തിരഞ്ഞെടുക്കുക? ഈ തീരുമാനം പാർട്ടിയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ബി.ജെ.പിയുടെ വിജയത്തിന്റെ പൂർണ്ണ ചിത്രം മനസ്സിലാക്കുക. വിമർശനാത്മക വിലയിരുത്തൽ ഇവിടെ അനിവാര്യമാണ്. ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് ഒരു മികച്ച ഭരണം കാഴ്ചവെച്ചിരുന്നുവെങ്കിൽ ബി.ജെ.പിക്ക് ഒരുപക്ഷെ വിജയിക്കാൻ കഴിയുമായിരുന്നില്ല. മറിച്ച് സ്വന്തം ഭരണപരാജയം കൊണ്ട് നല്ല ഒന്നാന്തരം താമര വിരിയിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ആര്യ രാജേന്ദ്രൻ എന്ന് ബി.ജെ.പി പ്രവർത്തകർ അവരോട് നന്ദി പറയണമെന്ന് വിലയിരുത്തപ്പെടുന്നു. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ ഭരണചക്രം തിരിക്കുന്നതിൽ മേയർ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന വിമർശനം ശക്തമാകുന്നു. നഗരത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലോ വികസന പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല. മറിച്ച് പൊതുജനങ്ങളോടും രാഷ്ട്രീയ എതിരാളികളോടും ദാഷ്ട്യത്തോടെയും അഹങ്കാരത്തോടെയുമുള്ള മേയറുടെ പെരുമാറ്റം വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. എന്തിന്, പിണറായി വിജയന്റെ അടുത്ത സുഹൃത്തായി അറിയപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശൻ പോലും ആര്യയുടെ പെരുമാറ്റത്തെ പരസ്യമായി വിമർശിച്ചത് ഇതിന് വലിയ ഉദാഹരണമാണ്. യദു എന്ന ചെറുപ്പക്കാരനോട് മേയർ കാണിച്ച ക്രൂരതയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം അവരുടെ പ്രതിച്ഛായയ്ക്ക് വലിയ കളങ്കമുണ്ടാക്കി. ഈ സംഭവം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാവുകയും മേയറുടെ പദവിക്ക് ചേരാത്ത പെരുമാറ്റമായി വിലയിരുത്തപ്പെടുകയും ചെയ്തു. ഈ ഒരു ഘടകങ്ങളെല്ലാം ഒരുമിച്ച് LDFന് ശക്തമായ ഭരണവിരോധ വികാരം സൃഷ്ടിക്കുകയും അത് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് അനുകൂലമായി മാറുകയും ചെയ്തു. സ്വന്തം ഭരണ നേതൃത്വത്തിന്റെ വീഴ്ചയാണ് LDFനെ പരാജയത്തിലേക്ക് നയിച്ചത്. കേരള ബി.ജെ.പിയിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും നിർണായകമായ മാറ്റങ്ങളിൽ ഒന്ന് കേന്ദ്ര നേതൃത്വം നേരിട്ട് നിയമിച്ച രാജീവ് ചന്ദ്രശേഖരന്റെ വരവാണ്. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് വഴക്കുകളും വിഭാഗീയതയും കാരണം ദീർഘകാലമായി പിന്നോട്ട് പോയിരുന്ന സംസ്ഥാന ഘടകത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുക എന്നതായിരുന്നു ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യം. രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വ ശൈലി മുൻകാല നേതാക്കളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ആരുടെയും മുഖസ്തുതിക്കോ ഉപചാരങ്ങൾക്കോ വഴങ്ങാത്ത, പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുകയും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രായോഗിക നേതാവായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പിസത്തിന് അതീതമായി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് വിഭാഗീയതയിൽ മനം മടുത്ത അണികൾക്ക് പുതിയ പ്രതീക്ഷ നൽകി. കേരളത്തിൽ ബി.ജെ.പി പരീക്ഷിക്കുന്ന പുതിയ തന്ത്രത്തിന് ഗുജറാത്ത് മോഡലുമായി വളരെ സാമ്യമുണ്ട്. മുൻപ് ഗുജറാത്തിൽ ഒരു കോർപ്പറേഷൻ പിടിച്ചെടുത്തുകൊണ്ടാണ് ബി.ജെ.പി സംസ്ഥാനത്ത് തങ്ങളുടെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടത്. അതേ മാതൃകയിൽ തന്നെ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്ത് അവിടെ നിന്ന് സംസ്ഥാനമൊട്ടാകെ സ്വാധീനം വ്യാപിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ഈ പുതിയ ചിട്ടയായ പ്രവർത്തന ശൈലിയുടെയും തന്ത്രത്തിന്റെയും ആദ്യത്തെ പരീക്ഷണമായിരുന്നു പുതിയ മേയറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നീക്കം. പുതിയ മേയറെ തിരഞ്ഞെടുക്കുവാനുള്ള തീരുമാനം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്നിപരീക്ഷയാണ്. ഭരണ മികവിന് പ്രാധാന്യം നൽകുന്ന പുതിയ പാത തിരഞ്ഞെടുക്കുമോ അതോ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും പരമ്പരാഗത രാഷ്ട്രീയത്തിനും കീഴടങ്ങുമോ എന്നതാണ് പ്രധാന ചോദ്യം. മേയർ സ്ഥാനത്തേക്ക് ഒരു വ്യക്തിയെ പരിഗണിക്കുമ്പോൾ നിലവിൽ പാർട്ടിയുടെ മുമ്പിൽ രണ്ട് വഴികളാണുള്ളത്. ഒന്ന്, പരമ്പരാഗത രാഷ്ട്രീയ നേതാക്കൾ, അതായത് വി രാജേഷ്, കരമന ജയൻ തുടങ്ങിയ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ ചില അപകട സാധ്യതകളുണ്ട്. ഇവർ പാർട്ടിക്കുള്ളിലെ വിവിധ ഗ്രൂപ്പുകളുടെ ഭാഗമായതിനാൽ ഗ്രൂപ്പിസം വീണ്ടും തലപൊക്കാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ളത് ഒരു പുതിയ മുഖം, അതായത് മുൻ DGP ശ്രീലേഖ IPS ഈ സ്ഥാനത്തേക്കുള്ള ഏറ്റവും അനുയോജ്യമായ സ്ഥാനാർത്ഥികളിൽ ഒരാളായി വിലയിരുത്തപ്പെടുന്നു. ഇവർ ഒരു രാഷ്ട്രീയക്കാരല്ലാത്തതിനാൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാകില്ല. മോദി സർക്കാരിന്റെയും RSSന്റെയും ബി.ജെ.പിയുടെയും നേട്ടങ്ങളും കോട്ടങ്ങളും വികസന പദ്ധതികളും പഠിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് അവർ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. ഒരു IPS ഉദ്യോഗസ്ഥ എന്ന നിലയിലുള്ള ഭരണപരിചയവും മാനേജ്മെന്റ് വൈദഗ്ധ്യവും കോർപ്പറേഷൻ ഭരണവും കാര്യക്ഷമമാക്കാൻ സഹായിക്കും. വിഭാഗീയതയുടെ ഭാഗമില്ലാതെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കാൻ അവർക്ക് സാധിക്കും. ശ്രീലേഖ IPSന്റെ വ്യക്തിത്വത്തിലെ എടുത്തു പറയേണ്ട ഒരു ഗുണം അവരുടെ വിനയം തന്നെയാണ്.